മിഹിർ സ്ഥിരം പ്രശ്നക്കാരൻ. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ന്യായീകരണവുമായി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. തൃപ്പൂണിത്തറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ ന്യായീകരണവുമായി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും റാഗിങ്ങുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവില്ലെന്നും വാർത്താക്കുറിപ്പിൽ സ്കൂൾ വ്യക്തമാക്കുന്നു. ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാകില്ല. റാഗിങ്ങിനെ കുറിച്ച് പരാതി ഉയർന്നത് മെഹറിന്റെ മരണശേഷമാണ്. തിരക്കിട്ട് നടപടികൾ എടുക്കരുതെന്ന് പോലീസും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പറയുന്നു. മിഹിറിന് മുമ്പ് പഠിച്ച സ്കൂളിൽ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചതിന് TC നൽകിയിരുന്നുവെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കൂട്ടുകാരുമായി ചേർന്ന് ഒരാളെ മർദ്ദിക്കുകയും ചെയ്തുവെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. കുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിച്ച പരാതിയിൽ തെളിവുകളില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ആത്മഹത്യക്ക് കാരണം സ്കൂളിലെ പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. റാഗിംഗ് കാണിച്ച് മിഹിറിന്റെ മരണത്തിന് മുമ്പ് കുടുംബം പരാതി നൽകിയിട്ടില്ല. മരണശേഷം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പേരുള്ള കുട്ടികൾക്കെതിരെ നടപടി വേണമെന്ന് അമ്മ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ സ്കൂൾ അന്വേഷണം നടത്തി. പോസ്റ്റിന് പേരിൽ സ്കൂളിന് നടപടിയെടുക്കാനാകില്ല. മിഹിറുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് സഹപാഠികളും അധ്യാപകരും അറിയിച്ചത്. വീഴ്ച ഉണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും. തെളിവില്ലാത്ത ആരോപണത്തിന്റെ പേരിൽ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാകില്ല. മിഹിറിന്റെ അമ്മ അറിയിച്ച പരാതി പോലീസിനെ കൈമാറിയിരുന്നു. റാഗിംഗ്, കളിയാക്കൽ തുടങ്ങിയവയൊന്നും അനുവദിക്കില്ലെന്നും ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം പൂർത്തിയാക്കി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സ്കൂൾ അധികൃതർ എത്രയും വേഗം NOC അടക്കമുള്ള രേഖകൾ സമർപ്പിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യം.